പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരണാദ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒന്നുമേ അറിയിക്കും. നമ്മൾ അല്പസമയം വേദപുസ്തക വചനങ്ങളിൽ നിന്ന് ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവും യേശുക്രിസ്തുമായ രക്ഷകനായ ആ പരമപരിശുദ്ധൻ്റെ ജനന പെരുന്നാളിൽ അതിൻ്റെ ആ പെരുന്നാളിനോട് നമ്മൾ ചേർന്ന് ധ്യാനിച്ച് നോമ്പോടുകൂടി കടന്നു പോകുന്ന ഈ ഞായറാഴ്ച പിതാക്കന്മാർ ക്രമീകരിച്ചതനുസരിച്ച് ജനന പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച, ആ ഞായറാഴ്ചയുടെ വായനകളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എല്ലാ വായനകളിൽ നിന്നും അല്പസമയം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. ഏതൊക്കെ വായനകളെന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. കണ്ണുകളടയ്ക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനന പെരുന്നാളിൻ്റെ അനുസ്മരണ ദിനങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തമായ നോമ്പോടും പ്രാർത്ഥനയോടും ഞങ്ങൾ ചേർന്ന് വരികയാണ്. ജനന പെരുന്നാളോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആത്മീയ ഉണർവുകളും ഭൗതിക നന്മകളെല്ലാം ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങൾ നയിക്കണമേ. മാനുഷികമായ ചിന്തകളോ മറ്റ് ബലഹീനതകളൊന്നും ഉണ്ടാകാതെ യേശുവിൻ്റെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്തകളെയും ബുദ്ധിയെയും മനസ്സിനെയെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, നിങ്ങളുടെ തിരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയെ, വിശുദ്ധാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിവിധികളെ പ്രാർത്ഥിക്കണമേ. ഈ വചനാധ്യാനം ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ, ഈ വചനം ഞങ്ങൾക്ക് ജീവിക്കുവാൻ, ഈ വചനം ഞങ്ങൾക്ക് നൽവരങ്ങൾക്ക് കാരണമായി തീരുവാൻ, അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരുവാൻ കൃപ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. എല്ലാം പൂർണ്ണമായി സമർപ്പിക്കുന്നു. കൃപയുടെ ഘട്ടത്തിൽ തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള ഞായറാഴ്ചയുടെ വായനകളിലേക്ക് നമ്മൾ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. സന്ധ്യയുടെ വായനയും പ്രഭാത വായനയും എവൻഗേലിയനെല്ലാം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. സന്ധ്യയുടെ വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങളാണ്. പ്രഭാതത്തിലെ എവൻഗേലിയൻ വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23 മുതൽ 38 വരെ വാക്യങ്ങളാണ്. വിശുദ്ധ കുർബാനയുടെ പഴയ നിയമ വായനകൾ ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 8 മുതൽ 27 വരെ തിരുവചനങ്ങളാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ് രണ്ടാമത്തെ വായന. മൂന്നാമത്തെ വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-15 വാക്യങ്ങളും 11-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങളുമാണ്. ലേഖനങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 19 മുതൽ 26 വരെ വാക്യങ്ങളാണ്. റോമാലേഖനം 4-ാം അധ്യായം 13 മുതൽ 21 വരെ വാക്യങ്ങളും പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കുർബാനയുടെ എവൻഗേലിയൻ സന്ധ്യയുടെ വായന തന്നെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെ തിരുവചനങ്ങളാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ധ്യാന ചിന്തകളിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും അവബോധ മനസ്സിനെയും വിശുദ്ധീകരിക്കണമേ നാഥ. അങ്ങയുടെ ഈ ജനന പെരുന്നാളിനോട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ വചനങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നയിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരണം. പരിശുദ്ധാത്മാവ് വചനത്തെ വ്യാഖ്യാനിക്കണം. സഭയിൽ ഇന്നുവരെയും ദൈവവചനം വ്യാഖ്യാനിച്ച, ദൈവവചനം പറഞ്ഞു തന്ന എല്ലാ പൂർവികരുടെയും എല്ലാ പിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും
വലിയ പ്രാർത്ഥനാ ശക്തി ഞങ്ങൾക്ക് ലഭിക്കണം. യേശുവേ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തണം. ഈ വചനം അതിരം തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുവാൻ തക്കവണ്ണം വലിയ കൃപ ഇന്ന് ചൊരിയണം. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും ഈ വചനം കേൾക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടണം. നല്ലൊരു ജ്ഞാനത്തിൻ്റെ കൃപാവരം അവർക്ക് നൽകണം. സകലവും ഞങ്ങൾക്കായി കാൽവരയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു വീണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. പിതാവേ, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സന്ധ്യയുടെ വായനയും പ്രഭാത വായനയും കുർബാനയുടെ വായനയും ഒരേ ഭാഗം തന്നെയാണ്. എന്നാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, വംശാവലിയെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രാഹാമിൻ്റെ പുത്രൻ മുതൽ ഈശോയുടെ വളർത്തുപിതാവായ യോസേപ്പ് വരെ മത്തായി ശ്ലീഹ വംശാവലി പറയുമ്പോൾ വിശുദ്ധ ലൂക്കോസ് വംശാവലി പറയുന്നത് യേശു മുതൽ പുറകിലേക്ക് ആദാം വരെയാണ്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ രണ്ടും ഒന്ന് തന്നെയാണ്. കർത്താവിൻ്റെ ജനനത്തിന് മുമ്പുള്ള ഞായറാഴ്ച ആണ് നമ്മൾ ധ്യാനിക്കുന്നത്. പറഞ്ഞല്ലോ, സങ്കീർത്തനം രണ്ടാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേ. സങ്കീർത്തനം 2:7. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൽപ്പന വിളംബരം ചെയ്യുന്ന ഒരു അനുഭവമായിട്ട് ഈ ധ്യാനം നമുക്ക് മാറട്ടെ, നമ്മുടെ ജീവിതം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകം 46-8 മുതൽ 27 വരെ വാക്യങ്ങളാണ്. വംശാവലി തന്നെയാണ് അവിടെയും പറയുന്നത്. പൂർവ്വപിതാവായ യോസേപ്പ് ആദ്യം മിസ്രൈമിൽ എത്തുകയും പിന്നീട് എൻ്റെ പിതാവായ യാക്കോബും സഹോദരങ്ങളെല്ലാം എത്തിച്ചേരുന്ന ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. ആ കുടുംബത്തിൻ്റെ സംഖ്യയും അവരുടെ ഗോത്രങ്ങളുടെ രീതികളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണമൊക്കെയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പേരും അതിൻ്റെ മഹിമകളും കുടുംബങ്ങളും ഒക്കെ നമുക്ക് ഏറെ ചിന്തിക്കാൻ ഏറെ എന്താ പറയുന്ന അഭിമാനിക്കാൻ ബാക്കിയുള്ളതാണ്. കാരണം നമ്മൾ ഇന്നടത്ത് ജനിച്ചു അല്ലെങ്കിൽ ഇന്നടത്ത് വളർന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു എന്താ പറയുന്ന അഭിമാനമാണ്. അപ്പോൾ ഇവിടെ ഈ പേരുകളൊക്കെയും ചെന്ന് എത്തുന്നത് ദൈവിക പദ്ധതി പ്രകാരം ദൈവത്തിലാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വയ്ക്കുക. രണ്ടാമത്തെ വായന പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകം 9-ാം അധ്യായം 3 മുതൽ 7 വരെ വാക്യങ്ങളാണ്. ശലോമോനോട് അല്ലെങ്കിൽ സോളമനോട് കർത്താവ് അരുളി ചെയ്യുന്ന വാക്കുകളാണ്. നിന്റെ പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രവിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും അനുസരിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറകൾ നിലനിൽക്കുമെന്നാണ് ആ സന്ദേശം അവിടെ നമുക്ക് നൽകുന്നത്. വീണ്ടും നമ്മൾ പഴയ നിയമം വായിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ. കന്യക ഗർഭം ധരിക്കുമെന്നാണ് അവിടെ 14-15 വാക്യങ്ങൾ 7-ാം അധ്യായത്തിൽ തരുന്നത്. എന്നാൽ 11-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും. അവിടെ നീതിയും സമത്വവും സാഹോദര്യത്തിലൊക്കെ ആ മുളയിൽ നിന്ന് ശാഖ പുറപ്പെട്ട് ഈ രാജ്യം ഭരിക്കുമെന്ന്
അല്ലെങ്കിൽ നമ്മളെ നയിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് വായിക്കണം. യെശയ്യാപ്രവചനം 7-ാം അധ്യായം 14-15 വാക്യങ്ങളും 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ വാക്യങ്ങൾ. വീണ്ടും നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 19 മുതൽ 26 വരെ വാക്യങ്ങളിൽ നിന്നാണ്. യേശുക്രിസ്തുവിനെ ദൈവം നമുക്ക് നൽകിയത് നമുക്ക് ആശ്വാസത്തിന്റെ കാലങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണെന്നും ഇത് മോശ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അപ്പോസ്തലന്മാര് പരീശന്മാരോടും നിയമജ്ഞന്മാരോടൊക്കെ സംസാരിക്കുന്ന ഭാഗമാണ്. റോമാലേഖനം 4-13 മുതൽ 21 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തിലൂടെ മാത്രമേ യേശുവിനെ സ്വീകരിക്കാൻ പറ്റൂ എന്ന് റോമാക്കാരോട് പൗലോസ്ലീഹ പറയുന്ന ഭാഗങ്ങളുമാണ് ഈ പഴയ ലേഖനങ്ങളിലും പഴയ നിയമങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കും അതുപോലെ വിശ്വാസത്തോടെ യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് കഴിയണം. ഇനി എവൻഗേലിയൻ അല്ലെങ്കിൽ സുവിശേഷം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങളാണ്. വംശാവലിയെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഓരോ പേരിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്, അതിൻ്റേതായിട്ടുള്ള അഭിമാനത്തിന് വകയുണ്ട്. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു യോസേഫിന്റെ പുത്രനായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടെ പറഞ്ഞു വെച്ചതെങ്കിലും, യേശു ആദത്തിന്റെ വംശാവലിയിൽ ആദം മുതലുള്ളതിലേക്ക് ഇങ്ങോട്ട് വരികയാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിനെ നമുക്ക് അത്ര കാര്യമായി എടുക്കേണ്ട ഒരു വായനയാണോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അധികം അങ്ങനെ പ്രസംഗിക്കാനുള്ള ഒരു വകയുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ എന്തായാലും യേശു മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഒരു അനാഥനായിട്ടല്ല, ദൈവം തെരഞ്ഞെടുത്ത നീതിബോധമുള്ള, ആത്മീയമായും ഭൗതികമായും എല്ലാ മേഖലയിലും സമ്പന്നരായിട്ടുള്ള, സമ്പത്തുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നതെന്ന് ഇവിടെ ഓർപ്പിക്കുക. ഇങ്ങനെ ഈ വംശാവലി നമ്മൾ വായിച്ചു വരുമ്പോൾ ചിലർക്കൊക്കെ അതിനകത്ത് വലിയ ഉയർച്ചയോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ ഒന്നും കാണാനായിട്ട് കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ, രൂത്ത് അമ്മായിയമ്മയുടെ കൂടെ വരുമ്പോൾ ഒന്നുമില്ല, ബോസിന്റെ വയലിൽ കാല പെറുക്കുന്നവളാണ്. അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള ഒരു ദാസിയുടെ മനോഭാവത്തോടെയാണ് അത് അവിടെ വരുന്നത്. പിന്നെ ആ വംശാവലി താമാർ വരുന്നുണ്ട്. ആ താമാറും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ മോശമായ ഒരു അനുഭവത്തിലൂടെ വളർന്നവളാണെന്നല്ല, അവളുടെ വിശ്വാസം വലുതായിരുന്നു. ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തിന് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ മനസ്സുള്ളവളുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ എടുക്കുമ്പോൾ താമാറും പിന്നെ രൂത്തും, അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ പഠിച്ചു വരുമ്പോൾ അവരെല്ലാം മറിയത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. മറിയത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ കുറവില്ല, പോരായ്മയില്ല, എല്ലാം ദൈവത്തിൽ പൂർണ്ണമാണ്. സമൂഹത്തിന്റെ ഏത് തട്ടിൽ നിന്ന് വന്നാലും, സാമ്പത്തികത്തിന്റെയോ ബുദ്ധിയുടെയോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടോ സൗന്ദര്യമായിട്ടോ ഏത് തലത്തിൽ നിന്ന് വന്നാലും ക്രിസ്തുവിലേക്ക് വരുമ്പോഴെല്ലാം തുല്യമാണ്, ഒന്നാണ് എന്ന ഒരു തെളിവ് അവിടെ നൽകുകയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ധ്യാനിച്ച് ചിന്തിച്ച് നമുക്ക് സന്തോഷിക്കുവാനുള്ള വകയുണ്ട്. നമ്മൾ
എവിടെ ജനിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ വളരുക എന്ന ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടതെന്ന് പറയും. അതുകൊണ്ട് ക്രിസ്മസ്, അതിൻ്റെ അനുസ്മരണം എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ഓരോ ഇടവകയിലും എല്ലായിടത്തും കരോൾ ഗാനങ്ങളൊക്കെ പാടി വലിയ അത്യാഹ്ലാദത്തോടു കൂടിയാണ് ഈ ശിശുവിനെ സ്വീകരിക്കുന്നത്. വിശുദ്ധ പിതാക്കന്മാർ പറയുന്നു, ഇത് ശിശുവായി ജനിച്ചുവെങ്കിലും ഇത് ശിശുവല്ല, ഈ ശിശുവിനെ അല്ല സ്വീകരിക്കേണ്ടത്, ദൈവത്തെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ദൈവഭയം ഈ സ്വീകരണത്തിൽ വേണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ജനന പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ചയുടെ സന്ധ്യയുടെ വായനയിൽ, സന്ധ്യയുടെ സെതറ വായിക്കുമ്പോൾ ഇപ്രകാരം പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നു: ജഡത്തിൽ പ്രത്യക്ഷനായ അതുല വചനവും മനുഷ്യാവതാരം കൊണ്ട് ശിശുവായെങ്കിലും തന്റെ ശ്രേഷ്ഠതയുടെ പൂർണ്ണതയ്ക്ക് ഭംഗം വരാത്ത വലിയവനും, തന്റെ സ്നേഹം നിമിത്തം ജഡം ധരിച്ചെങ്കിലും അദൃശ്യമായ തന്റെ സ്വയംഭൂത്വത്തിന്റെ ലക്ഷണങ്ങൾക്ക് ഹാനി വരാതിരുന്ന നിർമ്മലനും, ഏറ്റവും ശുദ്ധസ്ഥനായിരിക്കെ തന്റെ രഹസ്യം വെളിപ്പെടാതെ പരസ്യമായി വന്ന രഹസ്യവും, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്റെ സിംഹാസനം വിടാതിരുന്ന ഉന്നതനും, തന്റെ ഹിതം ശിശുക്കളുടെയും കുട്ടികളുടെയും നിലയിൽ തന്നെ ക്രമീകരിച്ചെങ്കിലും മാതൃഗർഭത്തിൽ പ്രജകളെ നിർമ്മിക്കുന്നവനും, തന്റെ കരുണ ബലഹീനരുടെ നിലയിൽ സ്വയമാക്കി വെച്ച ലോകങ്ങളുടെ പരാക്രമിയും, കൃപ മൂലം ദരിദ്രന്മാരുടെ ഗണത്തിൽ സ്വയം ചേർന്ന ധനാഢ്യനും, തന്റെ സഹിഷ്ണുതയാൽ തന്റെ മാതാവിന്റെ മുലപ്പാലിന് ആവശ്യപ്പെട്ടവനെങ്കിലും പട്ടിണിക്കാരെ സന്തുഷ്ടനാക്കുന്നവനും, തിരികിത പ്രകാരം മാംസഭുജങ്ങളിൽ എടുക്കപ്പെട്ടെങ്കിലും ക്രോബേന്മാരുടെ രഥത്തിൽ ഇരിക്കുന്നവനും, തന്നെ പ്രസവിച്ച മറിയാമിനാൽ താലോലിക്കപ്പെടുമ്പോൾ ശ്രോപ്പേന്മാരുടെ കാദിസ്ഥാനത്തെ സ്വീകരിക്കുന്നവനും, യുവതി തന്നെ വഹിച്ച് വാത്സല്യിക്കുമ്പോൾ തന്റെ നിയോഗശക്തിയാൽ ലോകങ്ങളെ വഹിച്ചിരിക്കുന്നവനും, തന്റെ ജനനകാലത്ത് ഹെറോദോസിനെ പേടിച്ചോടുമ്പോൾ സ്വർഗീയ ഗണങ്ങളെ ശക്തിയായി ചലിപ്പിക്കുന്നവനും, വിനീതനായി മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നവനെങ്കിലും ഇസ്രായേലിന്റെ മുമ്പിൽ ചെങ്കടലിനെ വറ്റിച്ചു കൊടുത്തവനും, തന്റെ ദയയാൽ ശാരീരിക അളവിൽ വളർത്തപ്പെടുമ്പോൾ തന്റെ കർത്തൃത്വത്തിന്റെ ഹിതപ്രകാരം എല്ലാ പ്രായത്തിലുള്ളവരെയും വളർത്തുന്നവനുമായ ദൈവമേ, നീ ഇന്ന് ലോകത്തിൽ പാരം അത്ഭുതമായി തീർന്നു. സ്വർഗം തന്റെ ആരാധനയ്ക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ശിശുവായി ജനിക്കുന്നു. വലിയൊരു ഭയമുളവാക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു ബഹുമാനം ഉളവാക്കുന്ന, വലിയ സ്നേഹമുണ്ടാക്കുന്ന ഒരു ജനനമാണ് ഇത് എന്ന് പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുക. നമ്മൾ യേശു കുഞ്ഞെന്ന് വിളിക്കുമ്പോൾ തന്നെ അവൻ കുഞ്ഞല്ല, അവൻ വലിയവനാണ്, ദൈവം തന്നെയാണ്, ദൈവത്തോളം വലിപ്പമുണ്ട് എന്ന് ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. അവിടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു ശിശുവിനെ നമ്മൾ നമ്മുടെ കയ്യിൽ ജനിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ, ഒരു ശിശുവിനെ നമ്മൾ താലോലിക്കുന്നത് പോലെ, ലാളിക്കുന്നത് പോലെ, കാണുന്നത് പോലെ അത്ര ലാഘവത്തോടെ, അത്ര നിസ്സാരതയോടെ, അത്ര സന്തോഷത്തോടെയാണോ നമ്മൾ ക്രിസ്തുമസിനെ സ്വീകരിക്കുന്നതെന്ന് കൂടി ചിന്തിക്കണം. അങ്ങനെ സ്വീകരിക്കുന്നതുകൊണ്ടല്ലേ ഓരോ ക്രിസ്തുമസും നമുക്ക് പാപത്തിൻ്റെ കൂടി വഴിയായി മാറുന്നത്. ക്രിസ്തുമസ് എന്താ പറയുന്നത്, കേക്ക് മുറിക്കുന്നു, വൈൻ കുടിക്കുന്നു, പിന്നെന്താണ്, മദ്യം കഴിക്കുന്നു, വലിയ ആഘോഷമായി മാറുകയാണ്. സദൃശവാക്യങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്
വീഞ്ഞ് ചഷകങ്ങളിൽ നുരഞ്ഞു പൊന്തുന്നത് നോക്കി നിൽക്കുന്നത് അത് പാപമാണ്. അത് നിന്നെ അണലിയെ പോലെ കടിക്കും, സർപ്പത്തെ പോലെ തന്നെ കൊത്തും എന്നാ പറഞ്ഞിരിക്കും. ഇന്ന് കരോളൊക്കെ പാടി വീടുകളിൽ ചെല്ലുമ്പോൾ പല വീടുകളിലും കരോൾ പാടി ചെല്ലുന്ന കുട്ടികൾക്ക് പോലും വൈൻ കൊടുക്കുന്ന ഒരനുഭവമാണ്. പാപമല്ല, തെറ്റല്ല എന്നൊരു തോന്നലാണ് ആളുകളുടെ ഉള്ളിൽ. സന്തോഷത്തിന്റെ ഒരു ലഹരിയുടെ പങ്കുവെക്കൽ, സന്തോഷത്തിന്റെ ഒരു എന്താ പറയുന്നത് ആഘോഷത്തിന്റെ പങ്കുവെക്കൽ, അതൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല. വീണ്ടും അവിടെ ഒരു മാമോദീസ തന്നെ വന്നാൽ തന്നെയും പ്രിയമുള്ളവരെ ഈ ആഘോഷത്തിന്റെ പങ്കുവെക്കലാണ്. പലപ്പോഴും ഈ ലഹരി എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു, ഏതിലേക്കൊക്കെ പോകുന്നു. ഒരിക്കൽ ഒരാൾ പറയുകയാണ്, കരോൾ ഗാനം പാടി ചെന്നപ്പോൾ അവിടെ വൈൻ കൊടുക്കുകയാണ്. സൺഡേ സ്കൂൾ കുട്ടികൾ കഴിഞ്ഞ വർഷം വൈൻ കൊടുത്തവർക്ക് സന്തോഷമായി, ഈ പ്രാവശ്യം വേണമെന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ആ കുടുംബം നേരത്തെ തന്നെ വൈൻ മേടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനൊരു പള്ളിയിൽ പോയപ്പോൾ ആ പള്ളിയിൽ ഒരു ധ്യാനവുമായിട്ടാണ് കടന്നു ചെന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രിസ്തുമസിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു കുടുംബനാഥൻ പറഞ്ഞതാണ്, സൺഡേ സ്കൂൾ കുട്ടികൾ പിറ്റേ വർഷം ചോദിക്കുകയാണ്, ചേട്ടാ കുടുംബനാഥനോട് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ തന്നെ ഉണ്ടാവൂലേ എന്ന് ചോദിക്കുകയാണ്. കുഞ്ഞുങ്ങളിൽ ഈ ആഘോഷത്തിന്റെ ഭാഗമായി ലഹരി ഉപയോഗിക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരനുഭവമാണ്. അതിനി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായാലും 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായാലും ഈ വയലിലേക്ക് പ്രവേശിച്ച് അത് ഒരു 10-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത് മദ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ക്രിസ്മസ് ദിനത്തിൽ മദ്യം കഴിക്കുന്നതിന് തെറ്റില്ല എന്നൊരു തോന്നലുണ്ടാക്കുകയാണ്. കാരണം എന്താണ്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കും, സന്തോഷിക്കാനുള്ള വകയാണ്. എന്നാൽ പിതാക്കന്മാർ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഇത് സന്തോഷിക്കാനുള്ള വകയാൽ ഒപ്പം തന്നെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് വലിയവനാണ്. എന്താണ്? ലോകങ്ങളുടെ പരാക്രമിയാണ്. കൃപ മൂലം ദരിദ്രന്മാരുടെ ഗണത്തിൽ സ്വയം ചേർന്ന ധനാഢ്യൻ എന്നാണ് പറയുന്നത്. കൃപ കൊണ്ടാണ് ദൈവം ദരിദ്രനായി തീർന്നത്. പക്ഷെ ദൈവം അപ്പോൾ തന്നെ ധനാഢ്യനാണ്. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. എങ്ങനെ സ്വീകരിക്കുന്നു? ദൈവത്തെ നമ്മുടെ പാപമോചകനായിട്ട് സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുക്കുഞ്ഞിന്റെ ജനന സമയത്ത് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന സാത്താൻ വിറച്ചു എന്നാണ്. സാത്താൻ ഭയന്നു. സാത്താന്റെ തല തകർക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് മനുഷ്യനായി വന്നു എന്നാണ്. അത് ഫിലിപ്പിയർ ലേഖനം 2 പറയുന്നത് ദാസവേഷമെടുത്തു എന്നാണ്. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു എന്നാണ്. അപ്പൊ ദാസവേഷമെടുത്തു, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അവന്റെ ദൈവിക പ്രാഭവത്തിന്, ദൈവിക ശക്തിക്ക് യാതൊരു കുറവും അവിടെ വന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ക്രിസ്തുമസിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ സന്തോഷ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നക്ഷത്രം കണ്ടുവന്ന മഹോത്സവന്മാർ അല്ലെങ്കിൽ എന്താ പറയുന്നത് ജ്യോതിശാസ്ത്രജ്ഞന്മാര് സ്വർണം, മോര്, കുന്തുരുക്കം എന്നീ കാഴ്ചകൾ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ്. അവിടെ പിതാക്കന്മാര് ഈ രാത്രിയുടെ, ഇന്നത്തെ രാത്രിയുടെ, ഈ ശനിയാഴ്ച രാത്രിയുടെ 2-ാം കൗമായുടെ സദറായിൽ ഇങ്ങനെ വായിക്കുന്നു: മോര്, കുന്തുരുക്കം, സ്വർണം എന്നീ കാഴ്ചകളെ ഭഗവത്സന്മാരിൽ നിന്ന് നീ സ്വീകരിച്ചു. സ്വർണം മൂലം സർവത്തിന്മേലും അധികാരിയായ രാജാവെന്നും. രാജാക്കന്മാര് സ്വർണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവർ ധരിക്കുന്നത് ഒരു ശിശുവിന് കൊടുക്കുന്നു എന്നുള്ള ധാരണയാണ്. എന്നാൽ ദൈവം അതിനെ സ്വീകരിക്കുന്നത് പിതാക്കന്മാർ പറയുകയാണ്, സ്വർണം മൂലം
സർവത്തിന്മേലും അധികാരിയായ രാജാവെന്നും കുന്തുരുക്കം മൂലം നീ ദൈവമെന്നും മൂരുകൊണ്ട് നീ കാലേ നിശ്ചയിച്ചിരുന്ന നിന്റെ കബറടക്കത്തെയും സൂചിപ്പിച്ചു. സ്വർണം കൊണ്ട് സർവത്തിന്മേലും അധികാരിയായ രാജാവിനെ കാണിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ജനിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ക്രിസ്തുമസിന്റെ അന്ന് ജനിച്ചു എന്ന് നമ്മൾ ആഘോഷിക്കുന്ന, നമ്മൾ ധ്യാനിക്കുന്ന ഈ ശിശു സത്യത്തിൽ സകലത്തിന്മേലും അധികാരിയായ രാജാവാണ്. സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്നവനാണ്. അപ്പോൾ അവന്റെ മുമ്പിൽ, അവന്റെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സകലതും നിർമ്മലമായി കാണുന്നവനാണ്. അപ്പൊ നമ്മുടെ ആഘോഷങ്ങളൊക്കെയും എങ്ങനെയാണെന്ന് കൃത്യമായി അറിയുന്നവനാണ് യേശു. കുന്തുരുക്കം മൂലം ദൈവമാണ് എന്ന് തെളിയിച്ചു. അപ്പോൾ ഒരു ശിശു അല്ല, ദൈവമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ശിശുവായി കണ്ടുകൊണ്ട് വളരെ ലാഘവത്തോടുകൂടി ഈ ഒരു ക്രിസ്മസിനെ കാണരുത് എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ദൈവത്തെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിഥിയായി സ്വീകരിക്കുകയല്ല. നാം പാപികയായിരിക്കെ നമ്മുടെ പാപമോചനം നമുക്ക് സ്വയമേ സാധ്യമല്ലാതിരിക്കെ, നമ്മുടെ നേർച്ച കാഴ്ചകളും നമ്മുടെ കാരുണ്യ പ്രവൃത്തികളും കൊണ്ടൊന്നും സാധ്യമല്ലാതിരിക്കെ കൃപ മൂലം ദൈവം നമുക്ക് പാപമോചനം തരാൻ ദൈവം കൃപയോടുകൂടി ഭൂമിയിലേക്ക് വന്നു, സകല അധികാരങ്ങളോടുകൂടി. അപ്പോൾ നമ്മൾ ഉൾക്കണ്ണുകൊണ്ട് കാണേണ്ടത് ശിശുവിനെയല്ല, പൂർണ്ണനായ ദൈവത്തെയാണെന്ന് തിരിച്ചറിയുക. മൂരുകൊണ്ട് നീ കാലേ നിശ്ചയിച്ചതിന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന നിന്റെ കബറടക്കത്തെയും സൂചിപ്പിച്ചു. അപ്പോൾ പാപമോചന അധികാരമുള്ള ദൈവം, സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്ന രാജാവ്, നമുക്ക് വേണ്ടി പാപങ്ങളെ മോചിക്കുന്നതിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാര ബലിയാകുന്ന കാൽവറിയിൽ യാഗമായി തീർന്ന യേശുക്രിസ്തു. ഈ മൂന്നുമാണ് ഈ ജനനത്തിൽ നമുക്ക് വെളിപ്പെട്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ധ്യാനം, ഈ ക്രിസ്തുമസിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ സകലവിധ പാപ വികാരങ്ങളിൽ നിന്നും ഒഴിയാൻ കർത്താവേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ആ സദറായിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, രക്ഷാകരമായ നിന്റെ ജനന സമയത്ത് നിനക്ക് അണക്കപ്പെട്ട കാഴ്ചകൾക്ക് പകരം നിന്റെ തിരുനാമത്തിന് ഞങ്ങൾ അർപ്പിക്കുന്ന സ്തുതിയാകുന്ന ഫലങ്ങൾ നിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുന്നു. സ്വർണത്തിന് പകരം വിശുദ്ധ ജീവിതവും, മൂരിന് പകരം നിർമ്മല ചിന്തകളും, കുന്തുരുക്കത്തിന് പകരം സൽപ്രവൃത്തികളാകുന്ന പരിമള ധൂപവും ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. നാഥ, അന്ന് നിന്റെ ജനനത്തെ സ്വീകരിച്ച ഗുഹയ്ക്ക് പകരം ഞങ്ങളുടെ ഹൃദയ ഗുഹയിൽ നീ കടന്നു വസിക്കണമേ. നിന്റെ മാനുഷിക ദാരിദ്ര്യത്തെ ആഘോഷിച്ച പുൽക്കൂടിന് പകരം ഞങ്ങളുടെ ആത്മാക്കളിൽ നിന്റെ ശ്രേഷ്ഠത ആഘോഷിക്കപ്പെടണമേ. ഞങ്ങൾ മുഴുവനെ നിന്ദ്യരാഗങ്ങൾ കൂടാതെ ശോഭിച്ച് അലങ്കൃതമായ ഭേദലേഖമായി തീരണമേ. നിന്റെ ദയയാൽ സമാധാന കാലങ്ങളും നന്മാ സമൃദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ അവതാര പെരുന്നാളിനെ സമാധാനത്തോടും ശാന്തിയോടും ഞങ്ങൾ അനുഷ്ഠിക്കുമാറാകണമേ. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, നിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും. എന്തുകൊണ്ട്? സ്തുതിയാകുന്ന ഫലങ്ങൾ കൊണ്ട്. അപ്പോൾ ഓരോ കരോൾ ഗാനങ്ങളും സ്തുതിയാകുന്ന ഫലങ്ങളായിരിക്കും. ഓരോ ഭവനത്തിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ യേശുക്രിസ്തു പിറന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു ജനിച്ചു എന്ന് പറയുമ്പോൾ, നമുക്ക് വേണ്ടി പുൽക്കൂട്ടിൽ പിറന്നു എന്ന് പറയുമ്പോൾ, അവനെടുത്ത ദാരിദ്ര്യം, ആ ദൈവം, പൂർണ്ണനായ ദൈവം എടുത്ത ദാരിദ്ര്യം കൃപയാൽ എടുത്തതാണ്.
നമ്മുടെയും ഇല്ലായ്മകളെയും വല്ലായ്മകളെയും കൃപയാൽ എടുക്കുവാൻ യേശുക്രിസ്തുവിന്റെ ജനനം നമുക്ക് സാധിച്ചു കിട്ടണം. ആ ജനനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ എങ്ങനെയായിരിക്കണം? സ്വർണത്തിന് പകരം വിശുദ്ധ ജീവിതം. സ്വർണം കൊടുക്കാനൊന്നുമില്ല, വൈൻ കൊടുക്കാനില്ല, കേക്ക് കൊടുക്കാനൊന്നുമില്ല. എന്നാൽ ഇന്ന് നമുക്കായി ബേത്ലഹേമിൽ ജനിച്ച ആ യേശുവിന് കൊടുക്കാൻ ഒരു വിശുദ്ധ ജീവിതമുണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയണം. മൂരിന് പകരം നിർമ്മല ചിന്തകളും നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് വിശുദ്ധ എഫ്രൈം പിതാവിന്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയായി മാറണം. കുന്തിരുക്കത്തിന് പകരം സൽപ്രവൃത്തികളാകുന്ന പരിമള ധൂപവും ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ നിർമ്മല ചിന്തകൾ കൊണ്ടും സൽപ്രവൃത്തികൾ കൊണ്ടും വിശുദ്ധി കൊണ്ടും നമ്മൾ ഈ ക്രിസ്തുമസിനെ, ഈ ജനന പെരുന്നാളിനെ വരവേൽക്കണമെന്ന് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഈ ശിശുവിന് തുല്യമായ ഒരു നിഷ്കളങ്കതയോടെ സ്വീകരിച്ച ആഘോഷങ്ങളൊക്കെ ആർത്തത്ത് മൃത്ത് പാടി അടിച്ചു പൊളിച്ച് തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും ഒക്കെ പോകുമ്പോൾ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ വേണ്ടവണ്ണം പാരമ്പര്യ സഭകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല, പാരമ്പര്യ സഭകളിൽ അതിനുള്ള പഠനമില്ല, അതിനുള്ള കാഴ്ചപ്പാടില്ല, അങ്ങനത്തെ പഠിപ്പിക്കലുകളില്ല എന്നൊക്കെ ചില പ്രൊട്ടസ്റ്റുകാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പ്രിയമുള്ളവരെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അവർ ഈ ഭൂമിയിലേക്ക് ഏത് പ്രകാരമൊക്കെ അവതരിച്ചു, ആ അവതാരത്തെ ഏത് പ്രകാരമാണ് സ്വീകരിക്കേണ്ടതെന്ന് ഇത്രയും വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്ന വേറൊരു സഭ കാണാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആരെയും വിധിക്കുന്നതോ ആരെയും ചെറുതാക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഈ സെതറ പ്രസംഗിക്കണമെന്ന് തോന്നിയത്. ഏതൊരു ശുശ്രൂഷയിൽ പരിശുദ്ധ തൃത്വം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പൂർണ്ണതയുണ്ട്. ഒരു ഭയഭക്തി ബഹുമാന ആദരവോടുകൂടി അത് കൈകാര്യം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ജനന പെരുന്നാൾ കുറെ മത്സ്യമാംസാദികളുടെയോ കുറെ സൽക്കാരാദികളുടെയോ കുറെ അതിഥികളെ സ്വീകരിച്ചുകൊണ്ടുള്ള ആഘോഷത്തിന്റെയോ ഭാഗമായി മാറാതെ പാപമോചകനും പൂർണ്ണദൈവവും സമ്പൂർണ്ണ സകലത്തിൻ്റെയും നിയന്താവും ഭരണകർത്താവും സൃഷ്ടാവുമായ ഒരു രാജാവിനെ ആണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന മനോഭാവത്തോടുകൂടി നമ്മൾ ഈ ക്രിസ്മസിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്കതിന് സാധിച്ചു തരട്ടെ. ആ ജനന പെരുന്നാളിന് മുമ്പുള്ള ആ ഒരുക്ക ഞായറാഴ്ച യേശുക്രിസ്തുവിന്റെ വംശാവലി നമ്മൾ വായിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വലിയ ജനതയുടെ മേൽ അവന്റെ പിതൃസ്ഥാനം വരുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ആദമിൽ ആരംഭിച്ച ആ ദൈവസ്വരൂപം ഇന്ന് നമ്മളിലുമുണ്ട് എന്ന ബോധ്യത്തോടുകൂടി, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്ന ബോധ്യത്തോടുകൂടി നമ്മുടെ ഉള്ളിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് മലിനമായതൊന്നും അകത്തേക്ക് കയറ്റാതെ മലിനമായതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വിശുദ്ധമായതിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഈ പെരുന്നാൾ പ്രവേശിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനന പെരുന്നാളിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒത്തിരി ദൈവിക അനുഗ്രഹങ്ങൾ ആത്മീയമായും ഭൗതികമായും ദൈവം നൽകട്ടെ. ഒരു വിശുദ്ധ ജനപദത്തോട് ചേർന്ന് ഈ പെരുന്നാൾ ആഘോഷിക്കുവാൻ നമ്മൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു വാക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങൾ സ്വർഗീയ പിതാവേ, കേട്ട വചനങ്ങൾക്കായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതനുസരിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ യേശുവേ അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിക്കണമേ, ഇടവകയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സഭയിൽ പിതാക്കന്മാർ എത്ര ആത്മാർത്ഥമായി, എത്ര ശ്രേഷ്ഠമായി ഞങ്ങളെ പഠിപ്പിച്ചു. സഭയെ അവഗണിക്കാതെ സഭയെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പൂർണ്ണരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കട്ടുത്തരം തരുമാറാകണമേ. ആമേൻ.